അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. എനിക്ക് എനിക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച നോമ്പ് തുടങ്ങുകയാണല്ലോ. വരുന്ന ഈ ശനിയല്ല, പിന്നത്തെ ശനി അല്ലെങ്കിൽ ഞായറാഴ്ച നോമ്പ് ഉറപ്പായിരിക്കും. ഈ നോമ്പിലൊന്നും അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ വരാമെന്നൊക്കെ ഓർത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോസ് ഇടലും കുറവാണ്. എനിക്ക് എൻ്റെ കമൻറ്റുകളൊന്നും കിട്ടുന്നില്ല. കമൻ്റൊക്കെ ഓഫായി പോയായിരുന്നു. ഇന്ന് മുതൽ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായാലും നോമ്പ് കഴിയുമ്പോൾ ചെയ്യാൻ നോക്കിയിരിക്കുന്നു. അതാണ് എൻ്റെ മുഖമൊക്കെ ചേർത്ത് കണ്ടോ, നീരൊക്കെ വെച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോയായിരുന്നു. വല്ലാത്തൊരു ഇതാണ്. ഷുഗർ കുറഞ്ഞു പോകുന്നു. പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട് അങ്ങോട്ട് ഇതായി പോയി. ഇപ്പോൾ അത് കൂടി വരുന്നതുകൊണ്ട് ഇത് ഞങ്ങൾ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് എൻ്റെ യൂട്രസിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ദശ വളരുന്നുണ്ട്. അപ്പം അത് എത്രയും പെട്ടെന്ന് എടുത്ത് അത് ബയോപ്സിക്ക് അയക്കണം. അപ്പം അങ്ങനെ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാനായിരുന്നു പറഞ്ഞത്. അപ്പം അത് ചെയ്യാനായിട്ട് എന്തായാലും പറ്റിയില്ല. പിന്നെ ഒന്നുകൂടെ അവർ നോക്കിയപ്പോൾ ഡോക്ടർ എനിക്ക് ചെയ്യാൻ പറ്റാത്ത വേറൊരു ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ ആ ഇൻഫെക്ഷനോട് കൂടി ആയതുകൊണ്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ എന്തായാലും മരുന്നൊക്കെ കഴിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. എന്തായാലും അത് ചെയ്തെടുത്ത് മാറ്റുന്നത് വളരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. ഇപ്പം ഇതിൽ പറഞ്ഞതാണ് എല്ലാവർക്കും അറിയുള്ളൂ. ആരും പറഞ്ഞിട്ടില്ല, അല്ലാതെ ആർക്കും അറിയത്തില്ല. വീഡിയോസിൽ പറയുമ്പോഴാണ് എൻ്റെ ആൾക്കാർ പോലും അറിയുന്നതായിരിക്കും. ചിലപ്പോൾ സുഖമില്ലാന്നറിയാം, പക്ഷേ ഇതിങ്ങനെ ഒരു ഇതുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. എന്തായാലും അത് സർജറി ചെയ്തെടുക്കണം, എടുത്ത് കളയണം നോക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. അസ്സലാമലൈക്കും. എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാഹുലിന്റെ ഡാഡിയുടെ ബിസിനസ് ശ്രദ്ധിച്ചു. അപ്പം അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പലഹാരങ്ങളൊക്കെ കുറേ കൊണ്ടുവന്നായിരുന്നു. കുറേ കുട്ടികൾക്ക് നല്ല കുട്ടിക്കകത്തുണ്ട്. ഇതാണ് നമ്മുടെ ചിപ്സ്, ഇത് പപ്പടാവട, ഇത് കൊഴലപ്പം, അച്ചപ്പം എല്ലാം 2 പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പൊട്ടിച്ചിട്ട് പിള്ളേരുടെ കഴിച്ചിട്ട് ഞാൻ ഇന്നാണിപ്പോൾ എൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ. ഇത് ഒരു സൈസ് കേക്ക് മടക്കെന്ന് പറയും. എല്ലായിടത്തും നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. ഇത് കപ്പ, നമ്മുടെ ചീനിയില്ല, ചീനിക്കിഴങ്ങ് വറക്കണത്, കപ്പ വറുത്തതെന്ന്. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് തീർന്നു. പിന്നെ എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.